ഹലോ, എളുപ്പത്തിൽ ഇന്നൊരു പുളിശ്ശേരി ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മുരിങ്ങാക്കായയും ലോക്കിയും എടുത്തിട്ടുള്ളത്. എൻ്റെ കയ്യിൽ വെള്ളരിയില്ലാത്തതുകൊണ്ട് ലോക്കി എടുത്തിന്. വെള്ളരി എടുക്കുക, അതുപോലെ ഒരു ഇളം പച്ചക്കായ ഉണ്ടെങ്കിൽ അതും എടുക്കാം. അതിലേക്ക് ഞാനൊരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. അതുകൂടാണ്ട് ഉപ്പ് ഇട്ടിട്ട് ആ ഒരു വെജിറ്റബിൾസ് മുങ്ങാവുന്ന രീതിയിൽ വെള്ളം ഒഴിക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ ഒരു 2 വിസിൽ മീഡിയത്തിൽ അടിക്കണം. അത് ഓരോരാൾ കുക്കറിൻ്റെ അനുസരിച്ചിരിക്കുവേ. നിങ്ങൾ കുക്കറിനനുസരിച്ചിട്ട് നിങ്ങൾ അടിക്കാം. എനിക്കൊരു വിസിൽ തന്നെ ആവലുണ്ട്, നല്ലോണം ഉടയണ്ട. അപ്പോൾ മാക്സിമം നിങ്ങൾ അത് നോക്കിയിട്ട് വിസിലെല്ലാം എടുക്കുക. അതുകൂടാണ്ട് നമുക്കിന്ന് മുരിങ്ങയില തോരനാന്നുള്ളത്. മുരിങ്ങയില തോരൻ വെക്കാൻ വേണ്ടിയിട്ട് മുരിങ്ങയില എടുത്തിട്ടുണ്ട്. കുറച്ച് നമ്മുടെ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളീൻ്റെ ഒരു 2-3 അല്ലി മതി കേട്ടോ. നിങ്ങൾ ചെറുതാണെങ്കിൽ കുറച്ച് മതി, വലുതാണെങ്കിൽ അതുപോലെ. പാൻ ചൂടാവുന്ന അല്ലെങ്കിൽ ചട്ടി ചൂടാവുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ഈ വെളുത്തുള്ളി ഇടുക. അത് കഴിഞ്ഞിട്ട് കറിവേപ്പില ഇടുക. അത് നന്നായിട്ടൊന്ന് മൂക്കുന്ന സമയത്ത് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ച നമ്മുടെ മുരിങ്ങയില ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കണം. എപ്പോഴും പറയുന്ന പോലെ തന്നെ ആവിക്കാന്ന് വേവിക്കുന്ന വെള്ളം ഒഴിക്കുന്നില്ല. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും. ഇലയാണ് പെട്ടെന്ന് കരിയും. ലോ ഫ്ലെയിമിൽ ചെയ്താൽ മതി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുക. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കത് പൊത്തി വെച്ചിട്ട് വേവിക്കാം കേട്ടോ. മുരിങ്ങയിലാടുന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് പുളിശ്ശേരിക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിടാം ഒരു ജാറിൽ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൽ വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി കൂടാണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് അരച്ചൊരു പേസ്റ്റ് പോലെ ആയിക്കോട്ടെ. അരച്ചെടുത്തിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച വെജിറ്റബിൾസ് ഇല്ലേ, ഇതിലേക്ക് നമുക്ക് ആ അരപ്പൊഴിക്കാം. തേങ്ങ നന്നായിട്ട് തിളക്കണം. തേങ്ങ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് മാത്രം നമുക്ക് തൈര് ചേർക്കണ്ടോ. ഈ അരപ്പിലേക്ക് ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് തിളക്കട്ടെ അവിടെ നിന്ന്. അപ്പോൾ നമുക്ക് തൈര് തയ്യാറാക്കാം. നമുക്ക് തൈര് ഉടച്ചെടുക്കണം. ഞാൻ ഒരു 2 തവി തൈര് എടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് ഉടച്ച ശേഷം തേങ്ങ നന്നായിട്ട് തിളക്കുന്ന സമയത്ത് നമുക്ക് ഈ നമ്മുടെ തൈര് ഇതിലേക്ക് ഒഴിക്കാം. തൈര് ഒഴിച്ച ശേഷം തിളപ്പിക്കരുത്, അത് 2 സെപ്പറേറ്റ് ആയി പോകും, തേങ്ങയും തൈരും. അതുകൊണ്ട് അതൊരു ഇളം ചൂടിൽ അതങ്ങനെ നിൽക്കട്ടെ. നമുക്കതങ്ങ് മിക്സാക്കി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് വറുത്തിടാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ തയ്യാറാക്കാം. ഒരു ചെറിയൊരു പാൻ എടുക്കുക, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടാവുന്ന സമയത്ത് നമ്മുടെ കടുക് പൊട്ടുമ്പം ഇച്ചിരി പോരെ ഉലുവ എടുത്തിട്ട് ഉലുവ ഇടുക. അത് കഴിഞ്ഞ് വീണ്ടും കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായി മിക്സ് ആക്കിയിട്ട് നമ്മുടെ ഈ പുളിശ്ശേരിയിൽ നമ്മളാക്കി വെച്ച് അതിലേക്ക് ഇത് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, മേക്കൊന്നും ആവരുത്. കുറച്ച് എൻ്റെ മേക്കായിരുന്നു, അതുകൊണ്ടാണ് പറയുന്നത്, നല്ലോണം ശ്രദ്ധിക്കണേ. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ച ശേഷം കുറച്ച് നമ്മളെപ്പോഴും സാധാരണ ചെയ്യും പോലെ വീണ്ടും കുറച്ചെടുക്കുക, പാനിലേക്ക് ഇടുക, നന്നായി ഇളക്കുക, അതിലേക്ക് ആക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത്ര ഈസി ആയിട്ട് നിങ്ങൾക്ക് പുളിശ്ശേരി ഉണ്ടാക്കാൻ പറഞ്ഞു തന്നില്ലേ? ഇത്ര എളുപ്പമാണെന്ന് നോക്കാം നമുക്ക് പുളിശ്ശേരി എങ്ങനെയുണ്ടെന്ന്. അടിപൊളിയായില്ലേ? നോക്ക്, നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണേ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഉച്ചക്ക് പുളിശ്ശേരിയും നമ്മുടെ മുരിങ്ങയില തോരനുമാണ്.